ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ ഇത് എൻ്റെ വെഡ്ഡിങ് വ്ളോഗിൻ്റെ തുടക്കമാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് വ്ളോഗിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ പർച്ചേസിങ് തൊട്ടിട്ടുള്ള എല്ലാം ഇത് കഴിഞ്ഞ് ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും. ബിക്കോസ് ഇപ്പം നിങ്ങൾക്കറിയാലോ എൻ്റെ മുമ്പത്തെ തിരക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി, നിക്കാഹും റിസപ്ഷനും ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് 1 by 1 പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് എടുത്ത് വെച്ച വ്ളോഗല്ല. ദിസ് ഈസ് എ വെഡ്ഡിങ് പ്രിപ്പറേഷൻ വ്ളോഗ്. ഞാൻ പറഞ്ഞ പോലെ ഏതാണ്ട് നമ്മൾ നവംബർ 1 തുടങ്ങിയതാണ്. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഡിസംബർ 15 അത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോയതും ഡ്രസ്സ് എടുത്തതും ഡ്രസ്സിനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് എൻ്റെ നിക്കാഹ് ഡ്രസ്സാക്കിയതും ഒക്കെ. അപ്പോൾ ഈ ആദ്യമൊക്കെ കണ്ടത് ഇതൊക്കെ ഞാൻ നിക്കാഹിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ലെഹങ്കാസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ലെഹങ്ക ആവരുത്, സാരി ആവരുത്, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം എന്നായിരുന്നു. ഒരു പാകിസ്ഥാനി സ്യൂട്ടിൻ്റെ പോലെ അങ്ങനെ തപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെറ്റ്സിൻ്റെന്നുള്ള ഞാൻ വെറ്റ്സിൻ്റെന്ന് തന്നെ എടുക്കാമെന്ന് ചൂസ് ആയപ്പോൾ അവിടെ ബൊട്ടീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ലെഹങ്ക എടുത്തിട്ട് അതെങ്ങനെയും ഒന്ന് ഡിസൈൻ ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ റിസപ്ഷന് വേണ്ടി ഞാൻ സാരി ആയിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. ഇക്കാടെ വീട്ടിൽ അവിടുത്തെ റിസപ്ഷന് സാരി ഉടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഡിസിഷൻ. അങ്ങനെ അപ്പോൾ സാരിയുടെ സെലക്ഷനും ഇങ്ങനെ നോക്കി അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. പക്ഷേ എന്തോ ഒരു ബ്രൈഡൽ ടച്ച് വരാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സാരി ഞാൻ എടുത്തത് എസ് ഭാരതിയിൽ നിന്നാണ്. അങ്ങനെ എസ് ഭാരതിയിലേക്ക് വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് എസ് ഭാരതിയിൽ നോക്കി ഈ ഒരു സാരി ഞാൻ എടുത്തു കേട്ടോ. വെഡ്ഡിങ്ങിൻ്റെ പർപ്പസിനൊന്നുമല്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തു. അങ്ങനെ ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. അപ്പോൾ രണ്ടും നിക്കാഹിൻ്റെ ഡ്രസ്സും വെഡ്ഡിങ് സാരി ഏകദേശം ഒരേ കളറൊക്കെ ആയിന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ രണ്ടാമത്തെ നമുക്ക് വന്നതാണ് നെറ്റ് ചെയ്യണം. അത് ഞാൻ ചെയ്തത് വെറ്റ്സിൻ്റെന്നാണ്. കളർ ഡൈ ചെയ്തിട്ടാണ് ഞാൻ നെറ്റ് ചെയ്തത്. അത് വെറ്റ്സിൻ്റെ വന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ പല ദിവസങ്ങളിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ചപ്പലെടുക്കാൻ വന്നത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ പല ഡേറ്റ്സിലുള്ള ചെറിയ വീഡിയോസ് ആക്കി ഞാനത് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു 1 day വ്ളോഗ് അല്ല, ദിസ് ഈസ് എ വെഡ്ഡിങ് പ്രിപ്പറേഷൻ വ്ളോഗ് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ വെഡ്ഡിങ്ങിന് ചപ്പലെടുക്കണം. അപ്പോൾ അത് ഞാൻ വെറ്റ്സിൻ്റെന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഒരു ഷൂ വേണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ലെഹങ്ക ഒന്ന് ഡെവലപ്പ് ചെയ്ത് മാറ്റി എടുത്തേക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഹീലുള്ളത് എടുത്തു. പിന്നെ നെക്സ്റ്റ് വെഡ്ഡിങ് കാർഡ് നമ്മുടെ അടിച്ചിട്ട് വന്ന ദിവസം ഞാൻ എടുത്തതാണിത്. കാർഡ് ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ കാർഡ് വന്ന ദിവസമാണിത്. ഇപ്പോൾ വെഡ്ഡിങ് കാർഡും ചൂസ് ചെയ്തത് ഞാനാണ് കേട്ടോ. അങ്ങനെ കാർഡിനകത്ത് പിന്നെ പണിയുണ്ടായിരുന്നു. നമുക്കിങ്ങനെ സ്റ്റാമ്പ് പോലെ ഇങ്ങനെ സീൽ ചെയ്യും. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ട്രയലിന് പോവുകയാണെന്നുള്ളത്. പക്ഷെ അന്ന് ബ്ലൗസിൻ്റെ ട്രയൽ മാത്രമേ നടന്നുള്ളൂ. അതായത് വേറൊരു ഡേയിലെ നമ്മുടെ ഫംഗ്ഷൻ്റെ തന്നെ, നിക്കാഹിൻ്റെ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ ഡേയിലെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ കുറച്ച് ബീഡ്സൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ആ ഒരു ട്രയൽ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇന്നാണ്, അത് സാറ്റർഡേ ആണെങ്കിൽ ഇന്ന് മൺഡേ ആണ് നമ്മൾ നിക്കാഹ് ഡ്രസ്സിൻ്റെ ട്രയലിന് പോകുന്നത്. എക്സൈറ്റഡ് ആണ്, പക്ഷേ ടെൻഷനുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലൊക്കെ അല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത് ചേരണം, അല്ലെങ്കിൽ മൂഡ് പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്ഡാണ്, ലൈക്ക് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ആ ഡ്രസ്സ് ഇടുമ്പോൾ സ്യൂട്ട് ആവണമെന്നുണ്ടോ എന്ന് അറിയണം. ഇപ്പം നമ്മൾ ആ ഒരു മേക്കപ്പ് ഇല്ലാത്തൊരു ലുക്കിലാണ് പോകുന്നതെങ്കിൽ എന്തോ ഒരു പെർഫെക്ഷൻ നമുക്ക് തോന്നത്തില്ല. സോ ഞാൻ അത്യാവശ്യം കണക്ക് എഴുതി മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. നല്ലതായിരിക്കും ഇൻഷാല്ലാ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് കംസ് ഔട്ട്. അങ്ങനെ ഞാൻ വെറ്റ്സിൻ്റെ വന്ന് ഞാൻ പറഞ്ഞ പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടു ബി ഹോണസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എനിക്ക് നിക്കാഹ് ഡ്രസ്സിൽ ഒന്നും തന്നെ ഒരു ചേഞ്ച് ചെയ്യേണ്ട ഒരാവശ്യം വന്നിട്ടില്ലായിരുന്നു. ലൈക്ക് ഷേപ്പ് അടിക്കേണ്ടതോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മാറ്റം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലെഹങ്ക എടുത്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ലെഹങ്ക എടുത്തിട്ട് ഇങ്ങനെ അതിനെ കുറച്ചുകൂടെ ലെങ്ത് ആക്കിയിട്ട്, അപ്പോൾ എനിക്ക് കുറച്ച് ലെങ്ത്തിൽ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എന്താണോ പറഞ്ഞത് അവരും എനിക്ക് കുറച്ച് സജഷൻസൊക്കെ തന്നിരുന്നു, അവിടുത്തെ ഡിസൈനേഴ്സും. അങ്ങനെ നമ്മുടെ നിക്കാഹ് ഡ്രസ്സ് കിട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക് സോ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. ഈ കാണുന്നതൊക്കെ നമ്മൾ അതിന് മുമ്പായിട്ട് പല ഫങ്ഷൻസിന് വേണ്ടി ട്രൈ ചെയ്യാൻ, അതായത് ഗജ്റ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡേയ്സ് ഉണ്ടായിരുന്നു. ഗജ്റ, മെഹന്തി ഒക്കെ. അപ്പോൾ മെഹന്തിക്ക് ഞാൻ ഓൾറെഡി മുംബൈയിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഗജ്റ
എന്നൊക്കെ പറഞ്ഞ ഡേയ്സിലേക്ക് നമുക്ക് സംതിങ് സ്പെഷ്യൽ നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചിൻ്റെയിൽ തുടക്കത്തിൽ പോയി നോക്കിയപ്പോൾ ഉള്ള ട്രയൽസിൻ്റെ സെക്ഷൻസൊക്കെയാണ് കേട്ടോ. ഇതും വെഡിങ് ഡ്രസ്സിൻ്റെ അന്ന് ഇട്ട കുറച്ച് സെലക്ഷൻസോ ട്രയൽസൊക്കെയാണ്. അങ്ങനെ ആൻഡ് ദിസ് വൺ, ഈ ഒരു ലെഹങ്ക എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എനിക്ക് കളർ എന്തോ സ്യൂട്ടാവുന്നില്ല. ഓക്കെ, അടുത്തത് നമുക്ക് നെറ്റിച്ചുട്ടിയുടെ ഒക്കെ ഉള്ള റെൻ്റലാണ് രണ്ടാമത്തെ ഒരു വെഡ്ഡിങ്ങിൻ്റെ പരിപാടി. ഇത് ഞാൻ വേറൊരു ദിവസം ട്രൈ ചെയ്തതാണ്. ഇത് വെച്ചിൻ്റെ അല്ല, ഇത് ആമീസ് റെൻ്റൽ ജ്വല്ലറിയാണ് കേട്ടോ. അത് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ജ്വല്ലറി. അതായത് December 5 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഏകദേശം ഒരു 7 or 8 പോയിട്ട് December 3 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 4 തന്നെ പോയിട്ട് എല്ലാം അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ മാറ്റി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ വന്നിട്ട് ഒരു ഇതാണ് ഡിസംബറിലാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഓഡിറ്റോറിയത്തിലും ഈ മൺഡേ ആൻഡ് സൺഡേ കല്യാണമാണ് കേട്ടോ. ഫുൾ കല്യാണമായിരുന്നു. ബിക്കോസ് ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇൻഷാല്ലാ ഇടുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ന്യൂ കുറേ ജ്വല്ലറി ഉണ്ട്. കരുനാഗപ്പള്ളി ചന്തയുടെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പ്. ഡു വിസിറ്റ് ദം. ഐ മസ്റ്റ് സേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള. ഹലോ, അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 8/12/2024. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇസ് പാക്കിംഗ് മീൻസ് അതായത് നമുക്ക് അവിടുത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷാളും ബ്ലൗസും പിന്നെ എന്താ കുറേ അവിടുത്തെ ബ്യൂട്ടീഷ്യൻ, ഞാൻ സെലിബ്രിറ്റി മേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞൊരു പേജിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് സ്ലൈഡ് പിന്നൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചിട്ട് അതിനൊരു ബോക്സിലാക്കി ഞാനത് മാറ്റി വെച്ചു. ബിക്കോസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ തിരക്കായി കഴിയുമ്പോൾ എനിക്ക് ഏത് ചെയ്യണം, എന്ത് പാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയാസ് ഉണ്ടാവത്തില്ല. പിന്നെ ആകെ എന്തെങ്കിലും കിട്ടുന്നെടുത്തിടും. അപ്പോൾ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ഓടി വന്ന് എടുക്കാനും പറ്റില്ല, ബിക്കോസ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട്. സോ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബേസിക്കായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന കുറച്ച് ഡ്രസ്സസ് ഉണ്ട്, ലൈക്ക് പുതിയതായിട്ട് എടുത്തതൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നീട് ആ ഒരു തിരക്കുണ്ടാവില്ല. എന്നിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ പിന്നെ പോകുമ്പോൾ എടുത്താൽ മതിയല്ലോ. സോ ഐ തോട്ട് ഇന്ന് ഫ്രീ ആണ്, പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. ഇനി 12 days ഉള്ളത് കല്യാണത്തിന് ഇൻഷാല്ലാ. അപ്പോൾ ഐ തോട്ട് നമുക്കതെടുത്ത് വെക്കാം. ആ മേടിച്ച പുതിയ ഡ്രസ്സ് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഐ തോട്ട് ഞാനൊരു വ്ളോഗ് എന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക്ക് ദി പ്രിപ്പറേഷൻസ് ഓഫ് വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ലെഹങ്ക എടുത്തത് കാണിച്ചിട്ടുണ്ട്, ബ്ലൗസിൻ്റെ കാണിച്ചിട്ടുണ്ട്. സാരി എനിക്ക് തോന്നുന്നില്ല കാണിച്ചിട്ടുണ്ടെന്ന്, കാരണം സാരി എടുക്കാൻ പോയെന്ന് എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാർഡ് വന്നതും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. അപ്പോൾ പ്രിപ്പറേഷൻസൊക്കെ എൻഡിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൂടെയൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യാം. അത് എന്ന് ഞാൻ എഡിറ്റ് ചെയ്തിടുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ല. മേ ബി ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രീ ആകുമ്പോഴായിരിക്കും ഐ സ്റ്റാർട്ട് എഡിറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ് വീഡിയോസ്. അപ്പം എനിക്ക് കല്യാണത്തിൻ്റെയും മെഹന്തിയുടെയും ഒക്കെ ഒരു ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ബി ഡൂയിങ് ദാറ്റ്. കാരണം തിരക്കായതുകൊണ്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുമെന്ന് അറിയത്തില്ല. ഐ വിൽ ഗീവ് ദിസ് ടു മൈ കസിൻസ്. അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ജസ്റ്റ് എടുക്കുമെന്ന് ഞാൻ പറയും. അപ്പോൾ അവരെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം അവരും തിരക്കായിരിക്കും. അപ്പം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ആൻഡ് ദാറ്റ്സ് ദാറ്റ്. അപ്പം നമുക്കിത് എല്ലാം പാക്ക് ചെയ്ത് വെക്കാം. ഞാൻ വിചാരിച്ചു കല്യാണത്തിൻ്റെ സമയത്ത് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വരുമായിരിക്കും, സെൻറ്റിമെൻ്റലായിരിക്കും എന്നൊക്കെ. പക്ഷെ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടായിരിക്കും ഞാൻ പാക്കൊക്കെ ചെയ്യുന്നതെന്ന്. ബട്ട് എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും വരുന്നില്ല. Like I'm happy and I don't feel like crying or doing some stuff like that. I'm just happy. And I don't know, എനിക്ക് അങ്ങനത്തെ ഒരു ഇമോഷൻ പോകുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു ഇമോഷൻ എനിക്ക് വരുന്നില്ല. Like it's part of life and yeah, it's fine. അങ്ങനത്തെ ഒരു സങ്കടമൊന്നും വരുന്നില്ല. ബിക്കോസ് it's like I can come whenever I want to see my parents, so it's fine. And also ഇപ്പം ഞാൻ പാരൻസായിട്ട് കൈൻഡ് ഓഫ് ഒരാളുമായിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ഒരാളുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലായിരിക്കും.
മേ ബി ഉമ്മയും ഞാനായിരിക്കും, അല്ലെങ്കിൽ വാപ്പിയും ഞാനായിരിക്കും. ദ അതർ വൺ വിൽ ബി ഇൻ എ ലോങ് ഡിസ്റ്റൻസ്, കാരണം വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ കരയുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സിൻസിയർ ആയിട്ടുള്ളൊരു പ്രേ ആണ് കരയരുത് എന്നുള്ളത്. കാരണം ലൈക്ക് മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു എമോഷണൽ ഒരു മൊമെൻറ്റ് ഉണ്ടാവരുത്, പാരൻസിനായാലും എനിക്കായാലും ഉണ്ടാവരുതെന്ന് എനിക്കുണ്ട്. ബിക്കോസ് അങ്ങനെ കരഞ്ഞിട്ടൊരിത് വരണ്ട എന്നുള്ളതുകൊണ്ട്. സോ ഐ ഡോണ്ട് നോ വെദർ I'll of course I'll like take a video of my emotions on every day, like from 21st ആണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 21, 22, 23 അത് കഴിഞ്ഞിട്ട് 25 റിസപ്ഷൻ. സോ ദിസ് മച്ച് പ്രോഗ്രാംസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ I'll definitely be ഡോക്യുമെൻറ്റിങ് ദ എമൗണ്ട് ഓഫ് ഇമോഷൻസ്. അപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഈസ് പാർട്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഇമോഷൻസ് വന്നു പോകും എന്നൊക്കെ മനസ്സിലാവുമല്ലോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആരെങ്കിലും കല്യാണത്തിൻ്റെ സമയത്ത് കറക്റ്റ് ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നെങ്കിൽ എനിക്ക് വരുന്ന ടെൻഷൻസൊക്കെ തന്നെ ആണോ, അല്ലെങ്കിൽ ഭയങ്കര ബിസി സ്കെഡ്യൂൾ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഉള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ്, ഇതൊക്കെ എല്ലാവർക്കും സിമിലർ ആണോ എന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അവളോടാണ് ചോദിക്കുന്നത്, നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ വറീഡായിരുന്നോ, ഇങ്ങനത്തെയൊക്കെ ഒരു ലാസ്റ്റ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. സാധാരണ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ഐ യൂസ് ടു തിങ്ക് ഈ ഒരു ഔട്ട്ഫിറ്റ്, ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ പോവാം, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് വെക്കാറുണ്ട്. പക്ഷെ കല്യാണത്തിൻ്റെ കേസ് വന്നപ്പോൾ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുമെങ്കിലും എല്ലാം കൂടെ ഒരു കുഴഞ്ഞ മട്ട, നമുക്കങ്ങനെ ഒരു പേർപ്പസ്ഫുള്ളി ഇങ്ങനെ ആലോചിച്ച് അത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറ്റുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെയൊക്കെ ഐ പ്ലാൻ എവറിത്തിങ്. ഇപ്പോൾ ഇത്താടെയോ അല്ലെങ്കിൽ ഇക്കാടെയോ ഒക്കെ കല്യാണം ആകുമ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും, ഓക്കെ ഇങ്ങനെ വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് അറിയത്തില്ല, ഐ എം ജസ്റ്റ് കൺഫ്യൂസ്ഡ് ഇൻ ഓൾ സ്റ്റേറ്റ്. അത് എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല, എനിക്കങ്ങനെയാണ്. സോ ലെറ്റ്സ് പാക്ക് ദിസ്. അപ്പോഴത്തേക്ക് ആ ഒരു കാര്യം ഒതുങ്ങും. ദിസ് വൺ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ, ഒരു ഓഫറിൻ്റെ സമയത്ത് മേടിച്ചതാണ്. ആൻഡ് ഐ ലൈക്ക് ദിസ് കളർ, ടീൽ കളറാണേ, എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു അങ്ങനെ. സോ ഓക്കെയാണ്. എനിക്ക് ഫോൺ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ടും ഞാൻ എൻ്റെ സ്റ്റാൻഡ് എടുക്കാത്തത് കൊണ്ടും ഞാനിത് മാറ്റി വെച്ചിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് പാക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു ഷൂ ഉണ്ട്, കുറച്ച് താഴെ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തില്ല. അല്ല, കുറച്ച് ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുള്ള ഡ്രസ്സസ് ആൻഡ് സ്റ്റഫാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ. ഓക്കെ, ഞാൻ മടക്കിയൊന്നും വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് മടക്കി വെക്കാമെന്ന്. ജസ്റ്റ് എല്ലാം കൂടെ ആക്കി ഇതിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ. ആൻഡ് പിന്നത്തെ എന്തായിരുന്നു, ജ്വല്ലറി സെക്ഷനാണ്. അതും കുറേ നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജ്വല്ലറിയുടെ ഇതെല്ലാം കുറച്ചുകൂടെ ഉണ്ട്. അതിൻ്റെയും വീഡിയോസ് ഞാൻ ആഡ് ചെയ്യാം. അതെടുത്തിട്ടില്ല നമ്മളിതുവരെ. അപ്പോൾ ഇത് 19th പ്രിപ്പറേഷനാണ്. നമ്മൾ ഫേസിൽ മെഡിഫേഷ്യൽ ചെയ്തു. ആൻഡ് മെഡിഫേഷ്യൽ ചെയ്തത് ഡോക്ടർ ഷൈലാസ് ക്ലിനിക്കിലാണ്. അതിന് ശേഷം ലാപ്പിയറയിൽ പോയിട്ട് സ്പാ, വാക്സിങ് ആൻഡ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂറാണ് ചെയ്തത്. ഫേസ് ഞാൻ പാർലറിൽ പോയിട്ട് ഒന്നും ചെയ്തില്ല. അപ്പോൾ ആസ് എ ബ്രൈഡ് നിങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് 28th എൻ്റെ സൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കാം, ബട്ട് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ ആണ്, അതിന് മുമ്പത്തെ ഒരു പ്രിപ്പറേഷൻ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.